ഇന്ന് നമുക്ക് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പാലപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് 1 സ്പൂൺ വെച്ച് നന്നായി ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം 2 തവി ചോറ്, 3 തവി തേങ്ങ, ഒരു 5-6 ചുവന്നുള്ളി, കുറച്ച് ഈസ്റ്റ്, കൂടെ പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മാവിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. മാവ് നല്ല സോഫ്റ്റായി പൊങ്ങി വരുമ്പോൾ അത് നമുക്ക് ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ തടവി അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്.